ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതാ ഞാനൊരു 3 സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങിയാണ്. അതിന് വേണ്ടി ഇതാ ഞാനൊരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ മസാല 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അതിൻ്റെ മേലെയായിട്ട് ഞാനിതാ 1 പീസ് മുട്ട വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ മറ്റേ പീസ് ബ്രെഡില്ലേ അതുകൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ടാക്കി എടുക്കുക. ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നാൽ അതവിടെ ഒട്ടി നിന്നോളൂ. ഇതുപോലെയാണ് നമുക്ക് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 3 മുട്ട എടുക്കുന്നുണ്ട്. മുട്ട എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് 3 മുട്ട എടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഇനിയും എടുക്കാം. 3 മുട്ട ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബ്രെഡ് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഓയിൽ അധികം ഒഴിച്ചിട്ട് മുക്കി പൊരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഈ റെഡിയാക്കി വെച്ച ബ്രെഡില്ലേ അത് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡെല്ലാം മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക.
ഇതില്ലേ ഇതുപോലെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതാ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 3 പീസ് ഇട്ടിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബാക്കി ഫുള്ളും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളറായാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ വശവും ഇതേപോലെ ആയാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതിൻ്റെ സൈഡെല്ലാം നമ്മൾ മുട്ടയിൽ മുക്കിയതാണല്ലോ, അതുകൊണ്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്നും ഒഴിച്ചെടുക്കാം. അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ട ഇതിന്. ഈ ഒരു സ്നാക്കിന് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. ഞാനിത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കുറേ സമയമായിട്ട് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.